ഡോക്ടർ അരുൺ, ചോദ്യം ചോദിക്കുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തരണമായിരുന്നു. നേരത്തെ നിങ്ങളത് ചെയ്തില്ല. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിക്ക് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അവസരം കൊടുത്തു. പക്ഷേ നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടോ? ഉണ്ടോ? രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിച്ചോ അദാനി വിഷയത്തിൽ? ഈ അടുത്ത കാലത്ത് എത്ര പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു? ഇതൊന്നും നമുക്ക് ചർച്ചയാക്കണ്ടേ? ഇവിടെ നമ്മൾ ബി ജെ പിക്കാർ ഒരുപാട് വിഷയങ്ങളും അതൊക്കെ പറയുമ്പോൾ കണക്കുകൾ എല്ലാവർക്കും പറയാവുന്ന ഒരു കുഴപ്പമില്ല. കണക്കുകൾ പറയാത്ത ഏക പ്രധാനമന്ത്രി യു പി എ ഗവൺമെൻറ്റിൻ്റെ മൻമോഹൻ സിംഗ് മാത്രമാണ്. പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള നോക്കൊക്കെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഉണ്ടോ ഡോക്ടർ അരുൺ? ഏത് സംസ്ഥാനത്താണ് ബി ജെ പി ഉള്ളത്? 10-22 സംസ്ഥാനങ്ങളിലും ഒക്കെ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരാം. 10-22 സംസ്ഥാനങ്ങളിൽ 5-6 സംസ്ഥാനങ്ങളാണ് മര്യാദയ്ക്ക് ജയിച്ചത്. അത് 3 ഇത്തവണയാണ് ജയിച്ചത്. ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ചാക്കിട്ടുപിടുത്തത്തിലൂടെയൊക്കെയല്ലേ അധികാരത്തിൽ വന്നത്. ഈ ദക്ഷിണേന്ത്യയിൽ പോണ്ടിച്ചേരി നിങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് പോണ്ടിച്ചേരി കിട്ടിയത്? അപ്പോൾ ഇതൊരു ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾ തന്നെ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കത് വാർത്തയാകും. പക്ഷേ രാഹുൽ ഗാന്ധി ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്നിനും ഉത്തരമില്ല. ചോദ്യങ്ങൾ പോലും പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഒരു കാലത്താണ് ഈ ബി ജെ പിയുടെ ഗീർവാണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അരുൺ മനസ്സിലാക്കണം. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എന്താണ് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് ചോദിച്ചു നോക്കിയേ. അവർ നേരത്തെ റഹീം പറഞ്ഞ പോലെ നോട്ട് നിരോധനം അല്ലാതെ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? നേരെ മറിച്ച് യു പി എ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താണെന്ന് ചോദിച്ചോക്കെ 4 പദ്ധതി മുന്നിൽ വരില്ലേ ഡോക്ടർ അരുൺ? ഭക്ഷ്യസുരക്ഷയും വിവരാവകാശ നിയമം മാത്രം പോരെ? തൊഴിലുറപ്പ് പദ്ധതി മാത്രം പോരെ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറേ കാര്യങ്ങൾ നിരത്തിയതുകൊണ്ടായില്ല. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒന്നിച്ചത്? ആദ്യം ജനാധിപത്യം ആദ്യം പുനഃസ്ഥാപിക്കപ്പെടണം. അതുകൊണ്ടാണ് ഭരണഘടന സംരക്ഷിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് യാത്ര നടത്താൻ പോകുന്നത്. ഭരണഘടന സംരക്ഷിക്കുക വെച്ചാൽ ഭരണഘടന സംരക്ഷിച്ചാൽ മാത്രമേ ഇവിടെ പ്രതിപക്ഷത്തിന് സ്ഥാനം ഉണ്ടാവുള്ളൂ. ജവഹർലാൽ നെഹ്റു AKGയെ പ്രതിപക്ഷ നേതാവാക്കിയ രാഷ്ട്രമാണെന്ന് ആലോചിക്കാം. നമ്മൾ ഇവിടെ പ്രതിപക്ഷ എം പിമാരെ എല്ലാ ദിവസവും സസ്പെൻഡ് ചെയ്യുകയാണ്. അതൊന്നും നമുക്ക് ചർച്ചയല്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഗ്യാസ് കൊടുത്തു, സബ്സിഡി കൂട്ടി, അതാണോ? ചോദ്യം ഉന്നയിക്കാൻ അവസരം കൊടുക്കണ്ടേ? ഇവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ അവസരം കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധി വിദേശത്ത് പോയപ്പോൾ ഇവിടെ പ്രചാരണം നടത്തി. എനിക്ക് സംസാരിക്കാൻ അനുവദിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് സസ്പെൻഡ് ചെയ്തു ഒരു കേസിൻ്റെ പേരിൽ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രധാനമന്ത്രി പറയുന്നതിന് വലിയ പബ്ലിസിറ്റി കിട്ടും. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ഭരണമുണ്ടോ? ഇല്ല. ഉത്തരേന്ത്യയിലെ ഭരണം എങ്ങനെ കിട്ടി നമ്മൾ ആലോചിക്കണം. പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ, ഇവിടെ അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ മറന്നുപോവുകയാണ്. അത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ മറക്കുമ്പോഴാണ് ഈ അയോധ്യ വിഷയത്തിൽ ചർച്ച പൊക്കിക്കൊണ്ടുവരുന്നത്. ഇന്ന് ആ ചർച്ചയല്ലേ ഇവിടെ പർവ്വതീകരിച്ച് നിൽക്കുന്നത്? കോൺഗ്രസ് പോകണോ എന്നുള്ള ചർച്ച മാത്രമല്ലേ വരുന്നത്? അവിടെ വേറെ ഏതെങ്കിലും ജനകീയ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ടോ? ആ ജനകീയ പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ ഇവിടെ പ്രതിപക്ഷത്തിന് വ്യക്തമായൊരു സ്വാധീനം ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയാൻ കഴിയാതെ പോകുന്നത്. അതും ചർച്ച ചെയ്യണമല്ലോ നമ്മൾ. അല്ല, ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആർക്കാണ് ആഗ്രഹം? ഇവിടുത്തെ ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് അവിടെ പോകണമെന്നാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ആഗ്രഹം. അത് അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തി, റോഡ് ഷോ നടത്തിയിട്ട് 2024 എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അഭിരമിച്ചിട്ട് കാര്യമില്ല. അത് പ്രധാനമന്ത്രിയുടെ വാക്ചാതുര്യമുണ്ടൊക്കെ നടന്നേക്കാം. പക്ഷേ കോൺഗ്രസുകാരുടെ മുന്നിലുണ്ട് പള്ളി പൊളിച്ചെടുത്ത് കാലു വയ്ക്കുമോ കോൺഗ്രസ് എന്ന ചോദ്യം. ഡോക്ടർ അരുൺ, യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ കിട്ടിയതാണ് ഈ ഗവൺമെൻറ്, അറിയാമല്ലോ. അന്നും ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമാണത്. ഇന്നും ബാബറി മസ്ജിദ് തകർത്ത കാര്യം കമ്മ്യൂണിസ്റ്റുകൾ ഉന്നയിക്കും. അത് രാഷ്ട്രീയമാണ്, അതവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഇപ്പോഴുള്ള ഇന്ത്യ എന്ന മുന്നണി, ആ മുന്നണി ഈ 2024 രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ ന്യായയാത്ര നടത്തി അയോധ്യ വഴി പോകുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ആരാണ് ഇവിടെ കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്? സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കിട്ടുന്ന റൊട്ടിയാണ്, കപ്പടയാണ്, മഖാനാണ്, റാമാണ് അവരുടെ മുന്നിലെ ഈ ഭരണഘടനയായി അവർക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അത് ഉറപ്പാക്കുന്നു എന്നതാണ് മോദിയുടെ പ്രഖ്യാപനം. റഹീം, അങ്ങയുടെ Debate with Arun Kumar.